അച്ഛാ. അച്ഛന്റെ പൊണ്ണുകളൂടെ ഒന്നിരിക്കേ. അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാ? രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല, രാത്രി അത്താഴം കഴിക്കാൻ വിളിച്ചപ്പോ അതിനും വന്നില്ല. എന്താ അച്ഛാ ഇങ്ങനെ? ചോദിച്ചതിന് മറുപടി ഇല്ലേ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്ന. അതിന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ, പറയാൻ. നിന്നോട് ഞാൻ എങ്ങനെയാ മോളെ കള്ളം പറയുന്നത്? നീ എന്റെ പൊന്നു മോളല്ലേ. അപ്പൊ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാ ഞാൻ കഞ്ഞിയും കൊണ്ട് വന്നത്. ഇത് കഴിക്കേ. വെറുതെ കള്ളു മാത്രം കുടിച്ചോണ്ടിരുന്നാലേ പെട്ടെന്ന് മേളിലേക്ക് പോണ്ടി വരും. എനിക്കൊന്നും വേണ്ട മോളെ, കഴിച്ചാ ഇറങ്ങൂല. പോട്ടെ, പെട്ടെന്നങ്ങ് തട്ടിപ്പോട്ടെ. ഞാനൊക്കെ ചത്തുപോയി ആർക്കാ ചെയ്തത്? അല്ലെങ്കിൽ തന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ആർക്കാ ഗുണം? തോറ്റുപോയവനാ, ജീവിതത്തിൽ തോറ്റുപോയവനാ ഞാൻ. എനിക്കിനി ജീവിക്കണമെന്നൊന്നുമില്ല. കുടിച്ചങ്ങ് ചാവളം. അച്ഛനോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വക വർത്താനം പറയരുതെന്ന്. എന്തിനാ എപ്പോഴും ഇനി ചാതിനെ കുറിച്ച് പറയുന്നത്? അച്ഛൻ ഇവിടെ ആർക്കും വേണ്ടി ഒന്നും ചെയ്യണ്ട, പക്ഷെ അച്ഛനെ ഞങ്ങൾക്ക് വേണം. എന്നും എപ്പോഴും അച്ഛൻ ഞങ്ങൾക്കൊപ്പം വേണം. അതിനുവേണ്ടി കുടിക്കരുതെന്ന് പറയുന്നത്. പക്ഷെ ആര് കേൾക്കാൻ? നിർത്തണമെന്നുണ്ട് മോളെ, പക്ഷെ നടക്കുന്നില്ല. മനസ്സിൽ തോന്നിയിട്ട് കാര്യമില്ല, അത് നിർത്താൻ ശ്രമിക്കണം. ഞാൻ നോക്കാം. ഏതായാലും നാളത്തെ കാര്യം ഓർത്ത് മോള് പേടിക്കണ്ട. നാളെ ഏതായാലും അച്ഛൻ കുടിക്കില്ല. സത്യമാണോ അച്ഛൻ ഈ പറയുന്നത്? സത്യം. നാളെ രത്തയുടെ കൊന്നുകാണ ചടങ്ങല്ലേ, അവിടെ അച്ഛൻ കുടിച്ചോണ്ട് വന്നാലേ ശരിയാവില്ല. ആ ബോധമൊക്കെ ഉണ്ട് അച്ഛന്. കഴിക്കേ.